ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞില്ലേ ജല്ലിക്കെട്ടിന് പോയ വിശേഷങ്ങളുടെ വീഡിയോസായിട്ട് അർജുൻ ചേട്ടൻ ഉടനെ തന്നെ എത്തുന്നു. എത്തിയിരിക്കുന്നു. എൻ്റെ കയ്യിൽ വീഡിയോസും കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്കായി ജല്ലിക്കെട്ട് വീഡിയോ ബിഗിൻസ്. അപ്പോൾ ചേട്ടൻ ഒരു വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല അങ്ങനെയൊന്നും അല്ലത് അല്ലേ? അല്ല, പിന്നെ ആരും വിളിച്ചിവിടെ? അത് ഞാൻ ഉള്ള വീഡിയോ ഇല്ലേ. അപ്പൊ നീ മാത്രം അങ്ങനെ വോയിസ് ഓവർ പറയണ്ട. ഇത് എൻ്റെ ചാനലല്ലേ? കുറച്ച് വോയിസ് ഞാൻ കൂടെ ഓവർ ആക്കട്ടെ. ചാനലൊക്കെ നിന്റെ. ഞാൻ പറഞ്ഞല്ലേ ഈ വീഡിയോ നിന്റെ ചാനലിടാ. ഇതെവിടെ കേട്ടോ? ഇത് നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പായിരുന്നു. അതായത് കുറ്റാലത്തോട്ട് പോകണത്. ഇന്ന് മുമ്പുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, കുറേ മലയും അതിൻ്റെ എഡ്ജിലൊരു കടയും. അവിടെ രാവിലെ കുറച്ച് ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ നിർത്തി. എനിക്ക് അവിടുത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ റോഡും ആ മരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്റെ മൊത്ത സന്തോഷം നോക്കുമല്ലോ. ഞാൻ ഇല്ലാത്ത നീ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, നല്ല ആഹാരം കഴിക്കണം. എൻ്റെ നല്ല സ്ഥലത്തിൻ്റെയാണ്. എനിക്ക് സ്ഥലം നല്ല ഇഷ്ടമാണ്. കുറെ നാളിന് ശേഷം ട്രാവൽ ഉണ്ട്. ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നുള്ള സത്യം. ഫുഡ് കൊള്ളായിരുന്നാ? ഇത് ചുമ്മാ അവിടുത്തെ കുറച്ച് റെയർ ബേർഡ്സിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എടുത്തത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. പോണ വഴിക്ക് ഒരു മാന്തോപ്പിനകത്ത് കുറേ മയിലൊക്കെ നിൽക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പോയി ഇങ്ങനെ മയിൽ കാണുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അന്തം വിട്ട് കുറച്ച് മയിലിനെടുത്ത്. ഇത് മറ്റേ അന്യൻ സിനിമ ഓർമ്മയുണ്ട്. അന്യൻ സിനിമ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ എടുത്തതല്ല. ഇതിനൊന്നിനും മൂക്ക് കയറില്ല. അപ്പോൾ ഞാൻ ഭയങ്കര വണ്ടർ അടിച്ച് ഇതെങ്ങനെ ആൾക്കാർ ഇത്ര ഒരു ഗ്രൂപ്പായിട്ട് ഒരു കയറ് ഒന്നുമില്ലാതെ ഇങ്ങനെ കൊണ്ടു നടക്കണം. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ചുമ്മാ എടുത്ത. ഇത് കുറ്റാലം കുറച്ച് ഷോർട്സ് നമ്മളവിടെ പോയി ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ നമ്മൾ പോയി. ഇത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. റഹ്മത്ത് ഹോട്ടലാണ് അവിടെ. പക്ഷെ ഭയങ്കര നല്ല ഫുഡ്. ബോർഡർ ചിക്കനൊക്കെ ഭയങ്കര, ശരിക്കും ബോർഡർ ചിക്കൻ കഴിക്കണേ അവിടെ തന്നെ കഴിക്കണം. ബോർഡർ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊറോട്ടയൊക്കെ വമ്പൻ. നീ അഖിലൊന്നും ഞാൻ കൊടുക്കൂലായിരുന്നു. മൊത്തം ഞാൻ തന്നെ അവിടെ കുളിച്ച് വെച്ച് കുളിക്കുന്ന അങ്ങോട്ടൊന്നും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ 3 പേരും വെള്ളത്തിൽ ഇറങ്ങി. അപ്പം ഫോൺ പിടിക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് അവിടെ നേരെ ഇറങ്ങി കുറച്ച് ദൂരത്ത് വന്നിട്ടാണ് ഈ ഹോട്ടലിലൊക്കെ വന്നത്. ഒരു ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത്, കുറച്ച് ബോർഡർ ചിക്കൻ, പിന്നെ മറ്റേ പിച്ചി പോട്ട ചിക്കനൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിന്നെ വീണ്ടും പ്രകൃതിയുടെ രമണയിലോട്ട് അങ്ങ് ഇറങ്ങി. ഫുഡ് ബ്ലോഗ് പോലെ തോന്നിയ പച്ചപ്പഹരിതാപം അങ്ങനെ കേരളത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ. തമിഴ്നാട്ടിൽ ഫുള്ളുണ്ട്. കേരളത്തിനേക്കാളും ഒരു പക്ഷേ ചിലപ്പോൾ കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. നല്ല സ്ഥലമല്ലേ? ഒരു രക്ഷയില്ല. ഭയങ്കര കിടിലുമായിരുന്നു. പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ കൊള്ളാം. പിന്നെ പോണ വഴിക്ക് നമ്മളവിടുത്തെ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇത് നമ്മളവിടുത്തെ മിൽമ പോലെ അവിടുത്തെ അവൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഗവൺമെന്റ് പ്രോഡക്ട്സ് ആണ്. അവർ ഗവൺമെന്റ് കുറെ സംഭവങ്ങൾ ഭയങ്കരമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ആവിൻ അതാണ് കറക്റ്റ്. അവിടെ 3 ഫ്ലേവറിൽ മറ്റേ തിരട്ടിപ്പാലുള്ള സാധനമാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചുമ്മാ ഒരു ഗ്രൂപ്പ് ഓഫ് കിളികൾ പറഞ്ഞോന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. പക്ഷെ കിളികളെ ഒന്നും ആരും കാണാൻ പറ്റില്ല. അഖിൽ കുറെ നാളിന് ശേഷം എറണാകുളത്ത് നമ്മളവിടെ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് പിന്നെ അഖിലും ഉണ്ടായിരുന്നു. ഇത് മധുര എത്തിയ ഇത് നമ്മൾ അവിടെ എത്തി. അതിനകത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. ഇതിനകത്ത് കുറേയൊക്കെ നമ്മൾ പിന്നെ അറിയാതെ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. സോറി. എല്ലാം വീഡിയോ എടുക്കാൻ പറഞ്ഞു. പക്ഷെ ആ എല്ലാത്തിലും ഞാൻ വിചാരിച്ചത് ജല്ലിക്കെട്ട് കാണാൻ പോകണോണ്ട് ജല്ലിക്കെട്ട് മാത്രമായിരിക്കും വേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം വേണം. എനിക്കറിയാൻ പറ്റുള്ളൂ. ഓ അങ്ങനെ നിനക്കറിയാനല്ലേ? ഞാൻ ചുമ്മാ കണ്ട കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എന്താ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ട് ഞാൻ ഭയങ്കര ത്രില്ല കേട്ടാ. ഒമ്പോ മറ്റേ ഈ പാട്ടൊക്കെ കേട്ടാ നമ്മള് പോയത്. നമ്മളെ ടക്കർ എന്നുള്ള പാട്ട് ഹിപ്ഹോപ്പ് തമിഴുണ്ട്. ഇതൊരു കുഞ്ഞ് ഓഫ് റോഡ് കിട്ടിയപ്പോഴത്തേക്കും. പക്ഷെ ഞാൻ അല്ലേ ഇത് ഓടിച്ചത്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്. അഖിലായിരുന്നു തോന്നുന്നു ഇപ്പോൾ ഓടിച്ചത്. ഞാൻ ഇങ്ങനെ മൂടോട്ടായി. പക്ഷെ എനിക്ക് കിട്ടിയില്ലല്ലേ. ഈ ഒരു സമയത്ത് അവൻ അടിച്ച് കളഞ്ഞിട്ട് ഓടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. ഓടിച്ച് നമ്മൾ ചുമ്മാ ഒരു ഇന്നറിൽ കൂടെ ഒക്കെ ഇങ്ങനെ അകത്ത് മറ്റേ കൺട്രി സൈഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുന്നതല്ല, അങ്ങനെ ഓടിച്ച് കയറിയതാണ്. ചേട്ടന് ജല്ലിക്കെട്ട് ഇഷ്ടമായിരുന്നുള്ളത് ഞാൻ സത്യമായിട്ട് ഇപ്പോഴാണ് അറിയണം കേട്ടോ. ജല്ലിക്കെട്ട് നല്ല ഒരു ആനിമൽസിനെ ഇത്ര ഇത് ചെയ്യുന്ന ഒരു സംഭവം എന്താണ് ജല്ലിക്കെട്ട്. ഞാൻ ഇങ്ങനെ ടി വിയിൽ വീഡിയോയിൽ സിനിമയിലൊക്കെ ചെറുതായിട്ട് കണ്ടല്ലാതെ ഒരു ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ അശോക് റാം കാണണോ അല്ലെ ജല്ലിക്കെട്ടിരുന്ന് വീഡിയോ കാണാം അങ്ങനെ ഞാൻ കാണൂലായിരുന്നു. പക്ഷെ ഇതെന്താണെന്ന് അറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ത്രില്ലായിരുന്നു. ജല്ലിക്കെട്ട് എന്താണോ എന്തോ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണോ എന്തോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയി. ഇത് അവിടെ ചെന്ന് മധുരയിൽ നമ്മളെടുത്തൊരു ഹോട്ടലാണ്. നല്ല ഹോട്ടൽ. അതായത് ഹോട്ടൽ എന്നല്ല, ഇത് ഒരു ആക്ച്വലി ഒരു കല്യാണ മണ്ഡപമാണ്. അപ്പോൾ അതിനകത്തുള്ള റൂമാണ്.
ആ പച്ച ബെഡിലായിരിക്കും അഖിൽ കിടന്ന് ഉറങ്ങി തീർത്തതല്ലേ 3 ദിവസം. സത്യം. ഇത് അതിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ നല്ല രസമല്ലേ? കൊള്ളാം. വീണ്ടും ഫുഡിലോട്ടെത്തിയത് ഇന്ന് വൈകുന്നേരം കഴിച്ച ഫുഡായിരുന്നു. അത് ഭയങ്കര നല്ലതായിരുന്നു. മധുരയിലെ ഫുഡ്, മട്ടൻ്റെ കുറേ വെറൈറ്റീസൊക്കെ വലിച്ചു വാരി ഞാൻ കഴിച്ച്. വയറിനൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പൊങ്കലിന് പോകാൻ വേണ്ടി, പൊങ്കലിൻ്റെ ഒരു പാർട്ടാവാൻ വേണ്ടി അവരിങ്ങനെ എല്ലാ വണ്ടികളിലും ചെയ്യും. ഇപ്പോൾ നമ്മൾ ആ ഹോട്ടലിലെ ഒരു കീപ്പറെ, പുള്ളി മറ്റേ വാച്ചർ പോലത്തെ ഒരാളാണ്. പുള്ളിയുടെ ഇതൊക്കെ വാങ്ങിച്ച് കെട്ടി. എൻ്റെ കൂടെ ഇരിക്കേണ്ട പൊങ്കലായിരുന്നു. അല്ല, പക്ഷെ ആ പൊങ്കലിൻ്റെ ഫീൽ എന്താണെന്നുള്ളത് ശരിക്കും തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി എനിക്കറിയാം എങ്ങനെയാണ് പൊങ്കൽ നിൻ്റെ കൂടെ ഇരിക്കേണ്ടതെന്ന്. ഇതെന്തോന്ന് രഥമാണോ? ഇതൊരു രഥമാണ്. രാവിലെ ഇപ്പം നമ്മൾ പോയത് ആവണിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിയാണ്. കാറൊക്കെ കുറച്ച് നേരത്തെ ഒരുപാട് ബാക്കിലാണ് ഇടാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമ്മളിങ്ങനെ ഒരു വില്ലേജ് എന്ന് പറയില്ല, അതുപോലെ അങ്ങനെ ചെറിയ ഊര്, അതിനകത്തൂടെ നടന്നാണ് പോണത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ കാണും, എന്തെങ്കിലും മറ്റേ ബാരിക്കേഡ് അവിടെ നിന്ന് കാണാൻ പറ്റും എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനിലാണ് നടക്കുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഫുൾ മഞ്ഞളോ എന്തൊക്കെ ഇട്ട് ഫുൾ ഡെക്കറേറ്റ് ഉണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം നമ്മുടെ കോലമൊക്കെ വരച്ച് ഭയങ്കര കാര്യമുണ്ട്. നമുക്കും കുറച്ച് പൊങ്കലൊക്കെ കിട്ടി, കുറച്ച് സ്വീറ്റായിട്ടുള്ള സംഭവം, കുറച്ച് അല്ലാത്തൊരു റൈസ് പോലെ സാധനമൊക്കെ. ഇത് ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള ചെറിയ കാറ്റൽ ഷെഡൊക്കെയാണ് എരുത്തിൽ. ഇങ്ങനത്തെ വഴി കൂടെ കാത്തേറി പോകാൻ പറഞ്ഞു. 2 വീടുകളുടെ ഇടയിൽ കൂടെ ഭയങ്കര നാരോ സ്ഥലം കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടാണ്. അപ്പം ഇത് കാണാനായിട്ടുള്ള ഒരു വെപ്രാളം കാരണം എനിക്ക് അപ്പം ഒന്നും തോന്നിയില്ല. ഇപ്പം കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. ചക്ക ഒന്നും ആവില്ല, അവിടെ ആൾക്കാർ പോകുന്നതല്ലേ. ഇങ്ങനെയൊക്കെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഐഡിയ അല്ല, ഇവരത് ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആൾക്കാരെ കാണാം, അവരുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം കാണുള്ളൂ. ഇതാണ് ജല്ലിക്കെട്ട്. ഇവിടെ നിന്നാണ് ഞാൻ ആദ്യം കണ്ടത്, ബാരിക്കേഡിൻ്റെ അടുത്ത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പോലീസുകാരൻ ഒരു വീട്ടുകാരൻ സംസാരിച്ച് എൻ്റെ വീടിൻ്റെ മോളിൽ ചെന്ന് കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര ത്രില്ല്. എനിക്ക് പക്ഷെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് നേരെ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാളകൾ ഓടുന്ന കാണാം, കാളകളെ കാണാം. ആദ്യം കൊണ്ടുപോകുന്നത് പ്രൈസ് കിട്ടിയ കട്ടിലാണ്, രണ്ടാമത് കൊണ്ടുപോകണം പ്രൈസ് കിട്ടിയ കട്ടിലിൽ ഇഞ്ചുറി പറ്റിയ ആളിനെ. അവര് വളരെ വീരനായിട്ടാണ് അവരെ കാണുന്നത്. നീ ചിരിച്ചു വിട്ടു കൊടുക്കുന്നത്. പ്രൈസ് കിട്ടിയ കട്ടിലിൽ തന്നെ കിടന്നോണല്ലോ എന്നുള്ളത്. ഇത് ജല്ലിക്കെട്ടിന് അവിടെ നിന്ന് ചാടി, ഒരു പറമ്പിലോട്ട് ചാടി ഒരു കാളയാണ്. അപ്പം അതിനെ പിടിക്കാനായിട്ട് ഗ്രൂപ്പ് ഒരു കളർ ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്ക് എന്താണ് മനസ്സിലായത്. തിരിച്ച് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാനാണ് അതിനെ വീട്ടിലോട്ട് നോക്കിയിരിക്കണം. പാവല്ലേ. പക്ഷെ നല്ല വയലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ബഹളത്തിൻ്റെ ഇടയിൽ അത് കുറച്ച് ആൾക്കാർ അതിനെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ അവർ വരളും. കയറിട്ട് പിടിച്ചിട്ട് അതൊക്കെ കൊണ്ടുപോകണം. അപ്പം അത് ഇത്രയും പേരെ കണ്ട് മറ്റേ ഫുൾ ഫയറിൽ നിൽക്കുന്നതുകൊണ്ട് അതിനെ മറ്റേ അത് എടുക്കാൻ സമ്മതിക്കുന്നില്ല. അത് കയറൊക്കെ ഇടുമ്പോൾ അത് ഫുള്ളായിട്ട് ഊരിക്കളയും. ഡോഗ്സിനെ പോലെ അതിന്റെ ഓണറിനെ കണ്ടാൽ തിരിച്ചറിഞ്ഞ് വരൂലേ? അതാണ് ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ഹാൻഡിലർ ആയിരിക്കില്ല നിൽക്കുന്നത്. പെട്ടെന്ന് വരണ്ട ഓടുമ്പോൾ ഓടി വരുന്ന ആൾക്കാർ, അവരെ കൂടെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും പിടിക്കാൻ നോക്കുന്നത്. പക്ഷെ അതെന്തായാലും അത് സമ്മതിക്കുന്നില്ല. ഇത് ചേട്ടാ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതിന്റെ പേടിയൊന്നും തോന്നിയില്ലേ? ഇത് നമ്മുടെ അടുത്തോട്ട് ഓടി വന്നിരുന്നെങ്കിൽ അതെന്താണോ എന്തോ, എനിക്ക് എപ്പോഴും ഇതൊക്കെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഭയങ്കര ഹൈ ആയിട്ട് നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഒന്നും പേടിയൊന്നും. ഇതാണ് ഇവരെ പിടിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഇത് ഒരു ഗ്രൂപ്പ് പോകുന്നു, അപ്പോൾ ഇങ്ങനെ വേറൊരു ഗ്രൂപ്പ് ഇറങ്ങുന്നു, അങ്ങനെ എന്തോ ആണ്. ഗ്രൂപ്പായിട്ടാണ് ജല്ലിക്കെട്ട് എന്നാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷേ ഗ്രൂപ്പായിട്ട് പിടിക്കാൻ സമ്മതിക്കില്ല. ഒരാളെ പിടിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ 2 പേര് ചേർന്ന് കാളെ പിടിക്കാൻ അവർ സമ്മതിക്കില്ല. അവരെപ്പോഴും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും, ഒരാൾ പിടിക്കുക, ഗ്രൂപ്പായിട്ട് പിടിക്കില്ലെന്ന്. ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പോലീസ് തന്നെയാണ്. നമ്മൾ നിൽക്കാനേ സമ്മതിച്ചില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണമെന്ന് കുറേ സമയം ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് പോലെയായിരുന്നു. ആ ബ്രേക്ക് കഴിഞ്ഞത് അവൻ പറഞ്ഞു, ഇത് കാള വന്നു തുടങ്ങിയപ്പോൾ പറഞ്ഞു മാറിക്കോ പറഞ്ഞു. ഇതൊക്കെ അവർക്ക് പ്രൈസ് കിട്ടുന്ന സംഭവമാണ്. ഇതോ അങ്ങ് ഇന്ത്യയിൽ കാണുന്ന സ്ഥലമാണ്. ഇതോ അവിടെ കാണുന്ന ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അതാണ് വാടി വാസിൽ. അവിടെ നിന്നാണ് ഇങ്ങനെ കാളകളെ വിടുന്നത്. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്താണ് അവർ ഇത് നടത്തുന്നത്. അല്ലെങ്കിലും വീട്ടിലൊക്കെ നിൽക്കുന്ന കാളകൾക്കെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കണ്ടതെല്ലാം അങ്ങനെയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഇപ്പൊ വന്നിട്ട് പോയത് ഇതൊക്കെ അവരുടെ മറ്റേ ഭയങ്കര നേറ്റീവ് ബ്രീഡ്സ് ആണ് ഇതൊക്കെ. വലിഞ്ഞൊക്കെ കയറിപ്പോണ ആൾക്കാർ അത് നല്ല ഇടിച്ച് തെറിപ്പിക്കും. ഇത് കുറച്ച് ഇതെല്ലാം കണ്ട സൈസ് കുറവാണ്. അപ്പം നമ്മൾ വയ്ക്കുന്നത് ഭയങ്കര മറ്റേ കൊച്ചാണെന്ന് അങ്ങനെയൊന്നുമല്ല. ഈ ചെറിയ സാധനങ്ങളാണ് ഭയങ്കര ബോൾട്ട് സാധനങ്ങൾ. കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. എനിക്ക് നേരെ കാണാനൊന്നും പറ്റാത്തതുകൊണ്ട്
അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമ്മൾ അസർ പറഞ്ഞ പോലെ അല്ലായിരുന്നു. അതുപോലെ ഞാൻ അസറിൻ്റെ അടുത്ത് വഴക്കും കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഇതിപ്പോൾ എവിടോട്ട് പോകണം? ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അസറിൻ്റെ കുറച്ച് ഒരു കസിനും ഫ്രണ്ട്സ് എല്ലാം ജോയിൻ ചെയ്തായിരുന്നു. അപ്പം അവരെല്ലാം കൊണ്ട് അവരുടെ എല്ലാവരും കൂടെ അസർ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് എൻ്റെ ചെട്ടിനാട് പാലസൊക്കെ വിസിറ്റ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചെട്ടിനാട് പാലസ് അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം അങ്ങോട്ട് പോയതാണ്. അപ്പം പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഫാമൊക്കെ വിസിറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ഇങ്ങനെ ചെറുതെ തോന്നിയായിരുന്നു. ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കുറേ നേരത്തെ ട്രാവൽ കഴിഞ്ഞ് ഭയങ്കര ബോറായി. ഞാൻ ചോദിച്ചു എന്തിന് പോകണോ, നമുക്ക് ഫാമും എല്ലാം കണ്ടാൽ പോലെ. എനിക്ക് സ്ഥലങ്ങൾ കാണാനുള്ളൊരു മൂഡില്ല. എനിക്ക് മൊത്തത്തിൽ ഞാൻ ടൂ മച്ച് ഇൻറ്റു കാളയായി, ഞാൻ അറിയാതെ തന്നെ. പക്ഷെ ഇങ്ങനെ പോണ വഴിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വണ്ടി നിരത്തി നമ്മൾ കുറേ മാംഗ്രോവ്സും ഭയങ്കര കുറേ മറ്റേ എന്തെന്ന് പറയണത് ബേർഡ്സും അങ്ങനെ ഒരു രക്ഷയില്ല, മൈഗ്രേറ്റിംഗ് ബേർഡ്സൊക്കെ ആയിട്ട് ഒരു ഭയങ്കര വലിയ ഈ പെയിൻറ്റഡ് സ്റ്റോക്സ് എന്നൊക്കെ പറയൂലേ. ഞാൻ പറഞ്ഞത് ഭയങ്കര കറക്റ്റായുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ആ ബേർഡ്സ് എന്താണെന്നൊക്കെ പറയുമായിരിക്കും. എന്നാൽ നോർമലി നമ്മൾ കാണുന്ന സാധാരണ കൊക്കൊന്നും അല്ലാത്ത ഭയങ്കര കുറച്ച് സൈസ് വലുതായിട്ടുള്ള സാധനങ്ങൾ. റോഡിൽ നോക്കിയപ്പോൾ ഈ റോഡിലോട് ചേർന്ന് ഇങ്ങനെ കുറച്ച് കൊച്ചു പുല്ലിൽ ഒരു പിങ്ക് കളർ പൂക്കളൊക്കെ ഉണ്ട്. അത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിങ്ക് കളർ പൂ അതാ കണ്ട പിങ്ക്, അതിന് മുകളിൽ ഇങ്ങനെ വൈറ്റ്. അതുപോലെ ഇത് ഒരു ഫാമിലോട്ട് പോകണ വഴി നമ്മൾ കണ്ടതാണ്. ഇത് വെണ്ടയ്ക്ക തോട്ടമാണ്. ഇങ്ങനെ കുറേ മറ്റേ ഹ്യൂജ് ഏരിയയിൽ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ എടുത്തു പോണ വഴിക്ക്. ഇത് തേനി മാടെന്നാണ് അവർ ആദ്യം പറഞ്ഞത്. ഇതല്ല, ആ സ്പോട്ടഡ് ഇത് കങ്കയമാണ് ഈ ബ്രീഡ്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇത്ര സ്ഥലമല്ലേ. ഞാനും വെച്ച ഗ്രീൻ കളർ വെള്ളമാണ്. അല്ലല്ല, ഇതൊക്കെ ചുമ്മാ കാളെടുത്തുള്ള ഇഷ്ടം കാരണം ചുമ്മാ നിർത്തി എടുത്തതാണ്. പിന്നെ അവിടെ വെച്ച് നമ്മൾ യാത്ര കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ പോയില്ല, മറ്റേ പാലസിൻ്റെ സ്ഥലത്തോട്ടൊന്നും പോയില്ല. ഇത് ഒരു ആൻറ്റീക്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ്. ഇവിടെ എല്ലാ ഷോപ്പിലും ഇപ്പോൾ കുറേ ഷോപ്പുകൾ അടച്ചിട്ടിരിക്കണം. എനിക്കാണ് പൊങ്കൽ ഒരു ഭയങ്കര വലിയ ഫെസ്റ്റിവൽ അല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അവിടെ അവരും ഈ പറഞ്ഞ പോലെ വീഡിയോ ഒന്നും എടുക്കാൻ വലിയ സമ്മതിക്കുന്നില്ല. തിരിച്ചു പറഞ്ഞ വഴിക്ക് ഇത് മറ്റേ ഇതാണ് ഗിനി കോഴി. ഗിനി കോഴിയാ? ഗിനി പിഗ്ഗേ ഞാൻ കേട്ടിട്ടുള്ളൂ. നല്ല രസമാണ് ഇത്. ഞാൻ വെച്ച് വയലിലായിരിക്കും നോക്കിയപ്പോഴത്തേക്ക് വേറെ നാടൻ കോഴികളും കൂടെ നിൽക്കണം. അപ്പം മനസ്സിലായ വളർത്തനാണ്. പക്ഷെ അവർ ടൈംഡായിട്ട് നിൽക്കില്ല ഒരു വീട്ടിനകത്ത് പോയി. ഇത് നമ്മൾ പോണ വഴിക്ക് റോഡിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു ഫാമിൻ്റെ ഒരു എന്തോന്ന് ഏരിയൽ വ്യൂ ആണ്. ഞാൻ നോക്കിയപ്പോൾ ആ ഷെഡിനകത്തൊരു വെള്ള കളറ് പശുവാണോ കാളയാണോ എന്നറിയൂടെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ. ഇങ്ങനെ ഡാർക്കിൽ ആ വൈറ്റ് കളറിൽ അത് ഇരുന്നുണ്ടപ്പം ഇത്ര വലുതായിട്ട് എന്തായാലും കാളായിരിക്കും. അപ്പം അവിടെ നിന്ന് അസർ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ച് അണ്ണൈ പക്ക മുടിയുമ്മ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് തമിഴ് നേരെ അറിഞ്ഞുള്ളതുകൊണ്ട് അസറാണ് ഭയങ്കരമായിട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും പുള്ളി സമ്മതിച്ചത് രാജ എന്നൊരാളുടെ ഫാമാണ്. അച്ഛൻ്റെ പേര് ഇത് ശിവഗംഗ എന്നൊരു സ്ഥലത്താണ് ഇത് ഈ ഫാം. ചുമ്മാ നമുക്ക് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം കുറേ മരങ്ങളും ഇങ്ങനെ ഒരുപാട് ആടിനെ കണ്ടപ്പോൾ ഞാൻ ഇത് മറ്റേ മുട്ടുക്കിടായി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മറ്റേ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്, അതാണെന്ന് വിചാരിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാളകളെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പുള്ളി താഴെ വന്നോളാൻ പറഞ്ഞു. നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഫാമിനകത്ത് കയറാണ്. അപ്പം നോക്കിയപ്പോൾ ഫുൾ മറ്റേ മാവ് സൂപ്പർ അല്ലേ. മാന്തോപ്പുകളോട്ട് തുറക്കുന്ന ജനാലിൽ നിന്ന് ഞാൻ കുഞ്ഞോവയൊക്കെ ആലോചിച്ച് എന്ന് ഏത് വീട്ടിൽ പോയാലും പറയല്ലോ മാന്തോപ്പിലോട്ട് തുറക്കുന്ന ഇത്രയും വേറെ തണൽ, ഭയങ്കര തണലും ഭയങ്കര കാമും കൂളായിട്ടുള്ളൊരു സ്ഥലം. ഭയങ്കര ഹൈറ്റൊന്നും ഇല്ലാത്ത മാവ് പൂത്തിട്ടൊന്നുമില്ല, പക്ഷേ നല്ല ഹൈറ്റ് കുറവ്, പെട്ടെന്ന് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മാങ്ങകളായിരിക്കും. ഫുൾ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്, കയറ് അങ്ങനെയൊന്നുമില്ല. പേടിയായിരുന്നു എനിക്ക് തന്നെ. എന്നെ ആട് ഇടിക്കാൻ ഓടിച്ചിട്ടുണ്ട്. എന്നെ ഇടിക്കാൻ ഓടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇപ്രാവശ്യം പേടിയും തോന്നിയില്ല. ഞാൻ ആടൊക്കെ നോക്കി ആടേവൻ എന്നൊക്കെ നോക്കണം. അല്ലേ ആടിന് പറ്റുമോ ഞാൻ ചീത്ത വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നോട്ടം കണ്ട ഞാൻ മോളിൽ നിന്ന് കണ്ട ഗ്രൂപ്പ് അപ്പോഴത്തേക്ക് നടന്ന് അവിടെ എത്തി. പടം വരച്ചോളത്തെ ഒരു ബ്ലാക്ക് ആളായിരിക്കുന്നു. വളരെ അടിപൊളി. കൊമ്പൊക്കെ നോക്കി നേരെ ഞാൻ അടുത്തോട്ട് അതിനെ തോണ്ടി എറിഞ്ഞെങ്കിൽ ഞാൻ ടക്കനെ പീസ് എടുത്ത് ഇറച്ചാൻ. ഇത് കുറച്ച് വയലന്റ് ആണെന്ന് ഞാൻ അതിന് ശേഷമാണ് അറിഞ്ഞത്. ഇതെന്ത് സ്ഥലം? ഇത് മറ്റേ
ആദ്യം കണ്ട കാള എൻ്റെ വണ്ടി ഓടിക്കുന്ന കാളയാണ്. ഞാൻ ഷെഡിനകത്ത് കിടക്കണമെന്ന് പറഞ്ഞ ഐശ്വര്യമുള്ള വെള്ളക്കാളയാണ് ആ വെളിയിൽ നിൽക്കുന്നത്. പുള്ളി ഞാനത് പറഞ്ഞപ്പോൾ പുള്ളി അഴിച്ചു തന്നു. അതിൻ്റെ തൊട്ട് വെളി ഇറങ്ങി നോക്കിയപ്പോൾ കുറേ പ്ലാസ്റ്റിക് ചെടി ഇരിക്കുന്നത്. ആരുടെ ഈ മലമൂട്ടിൽ പ്ലാസ്റ്റിക് ചെടി ഉണ്ടോ വെച്ചാൽ പ്ലാസ്റ്റിക് ചെടിയൊന്നും അല്ല, ഒറിജിനൽ ചെടിയാണ്. കണ്ട പ്ലാസ്റ്റിക് ഇലവല്ലിരിക്കുന്നത്. അതവിടെ നിന്ന് തിരിച്ച് എങ്ങോട്ടേക്കോ കയറി പോണ ഒരു സ്ഥലമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഫാമുകൾ വിസിറ്റ് ചെയ്യണം, അതാണ് എൻ്റെ ഉദ്ദേശം. ആ ഫാമിൽ കൊടുക്കാട്ടേക്കാണ്? അല്ലല്ല, കൊടുക്കാനൊന്നുമില്ല. പുള്ളി വളർത്താൻ, പുള്ളി പാഷനിന് വേണ്ടി വളർത്തുന്നതാണ് പറഞ്ഞത്. നമുക്ക് ഇതേപോലെ പട്ടികളെ വളർത്തണം കേട്ടോ. ഇതന്ന് നൈറ്റ് തിരിച്ചു വന്ന് വിശന്ന് ചത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി കയറി. ഇപ്പോൾ ഒരു ചായക്കടയും അങ്ങനെയൊക്കെയാണ് സംഭവം. അല്ല, ഇത് അതിന്ന് രാത്രിയാണ് കേട്ടോ, അന്ന് ലേറ്റ് നൈറ്റാണ് ഈ സംഭവം. ബിരിയാണിയാ? അവസാനം റൈസ്, ചിക്കൻ റൈസ്. അവിടെ ചിക്കൻ റൈസ് ഭയങ്കര നല്ലത്, നമ്മൾ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന കണ്ടത്. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വിഷ്വലാണിത്. മീനാക്ഷി ടെമ്പിളിൽ പോയി നേരെ കുളിച്ചിറങ്ങി. സൂപ്പർ. എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് പോയതാ. വളക്കട ഭയങ്കര ഫേമസ് ആണ്. മധുര മീനാക്ഷി ടെമ്പിളിന്റെ ഫ്രണ്ടിൽ വളകൾ ഇഷ്ടം പോലെ കിട്ടും. നിങ്ങൾ അത് കയറിയ? സൂപ്പർ അല്ലേ? പക്ഷെ ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. ഇവിടെ ക്യാമറ സമ്മതിക്കില്ല. ഇവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത്. നീ എന്നെ എന്തായാലും കൊണ്ടുപോയാൽ പറ്റുള്ളൂ. എന്തായാലും കൊണ്ടുപോകുന്നത് ഞാൻ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞ പോലെ. പക്ഷെ നീ അത് തനിയെ പോയല്ലോ. തനിയെങ്കിലും പോയല്ലോ എന്നല്ലേ പറയാം. ഇതെന്തോന്ന്? അത് അന്നത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ അസറിന്റെ കസിൻ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ പുള്ളിയുടെ ഒരു ഇത് നമ്മൾ താമസിച്ച സ്ഥലത്ത്, നമ്മൾ താമസിച്ച ഹോട്ടലിലെ ഓണറിന്റെ കെയർ ഓഫിൽ പുള്ളിയുടെ വർക്കേഴ്സിന്റെ ഒരു ഇതാണ് ആ പുള്ളി. പുള്ളിയുടെ വീട്ടിൽ നമ്മൾ പോയതാണ്. അതായത് വീടെന്ന് ഞാൻ മറ്റേ കൺട്രി സൈഡിൽ വില്ലേജിൽ പോയത്. അപ്പോൾ അവർ മറ്റേ സെലിബ്രേഷൻസും പാട്ടൊക്കെ വെച്ച്, മറ്റേ സെൽവരാജ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ വീട്ടിൽ പോയി അവിടുത്തെ ഫെസ്റ്റിവലിലൊക്കെ ഞാനും കൂടെ ഒരു പാർട്ടായി. കണ്ണുകെട്ടി കളിച്ചു, ഉറി അടിച്ച്. എന്നെ കറക്കി വിടുന്ന പയ്യന്റെ പേരാണ് കപിലൻ. മധുരയിൽ പോയി ഇത് കണ്ണുകെട്ടി കളിച്ചേക്കണല്ലേ? അപ്പോ വടിയെടുത്ത് കൈ കൊടുത്തേക്കുന്നു, കണ്ണുകെട്ടി. ഇങ്ങോട്ട് നടന്നു പോണ്. അതേമാതിരി ചുമ്മാ എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്നിട്ട് എന്തായാലും നടന്നില്ല, ഞാൻ സക്സസ് ആയില്ല. ഇത് ഇവരെ കളിയിൽ ഒരടി അടിച്ചു കഴിഞ്ഞാൽ ഔട്ടാണ്. എനിക്ക് തമിഴ് നടത്തുകൊണ്ട് അവരെന്തൊക്കെയാ പറയണമെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ലായിരുന്നു. പക്ഷെ ഇവരിട്ടിരുന്ന പാട്ട് ഏതെന്നറിയാമോ? എന്റെ വീട് കേരളമാണോ, അത് ഞാൻ തലയിട്ട് അടിച്ചെടുക്കുന്ന അവർക്ക് അറിഞ്ഞൂടല്ലോ. അല്ല, ഞാൻ കയർ എവിടെയാണെന്ന് നോക്കാനാണ് അങ്ങനെ ആക്കിയത്. പക്ഷെ അടിച്ചപ്പോൾ ഞാൻ അടിച്ച് ഇനി പഠിക്കാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ അടിച്ച് ജയിക്കാനല്ലോ അവിടെ പോകണം. നമ്മളവിടെ പാർട്ടി ആവുള്ളൂ. നമ്മളവിടെ അടിച്ച് ഹീറോ ആവാൻ സിനിമയൊന്നുമല്ലല്ലോ. നീ മാത്രമേ വിളിച്ചോളൂ. ബാക്കി എല്ലാവർക്കും നാണമായിരുന്നു. ഇത് സീരിയലിലൊക്കെ അഭിനയിക്കണം ഞാനാണ്, അവൻ മാത്രം കളിച്ചത് എന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരും പറഞ്ഞാൽ ഇതിനകത്ത് അസറും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഖില് അന്ന് വന്നില്ല, ഉറക്കമായിരുന്നു. അഖിലിന് വട്ടായി, ജല്ലിക്കെട്ടൊക്കെ കണ്ട് മറ്റേ വെയിലത്തൊക്കെ നിന്ന് വട്ടായി. അന്നത്തെ ദിവസം വന്നില്ല, ഉറങ്ങിക്കണം. വിളിച്ചിട്ടൊന്നും എണീറ്റില്ല. ഇത് നമ്മൾ അവിടെ നിന്ന് അവരത് സംസാരിച്ച് അവർ നമ്മളെ വിളിച്ച് വരുത്തിയിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ നമ്മളെ ഫാമുകളിൽ കൊണ്ടുപോകും, കാളെ കാണിക്കും, ആടിനെ കാണിക്കും എന്നൊക്കെയാണ്. ഇത് നമ്മൾ അസറിന് വേണ്ടി നോക്കിയ ഒരു മുട്ടുക്കിടായി ആണിത്. എടുക്കണമെന്നാണ് അവൻ പറഞ്ഞത്. ഇതവിടുത്തെ ഭയങ്കര ചാമ്പ്യനാണ്. അവിടെ ഇല്ലീഗലായിട്ടൊക്കെ ഇത് നടത്തുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഇപ്പം ഒന്നും നടത്തുന്നുണ്ടോ, ഇപ്പോൾ കറൻ്റ്ലി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയില്ല. എന്തായാലും നടത്തി അതിനെ ആർക്കും തോൽപ്പിക്കാനൊന്നും പറ്റില്ല. അവിടെ നിന്ന് അതിനെ കണ്ടിട്ട് നമ്മളടുത്ത് കാളെ കാണാനുള്ളൊരു സ്ഥലത്തോട്ട് പോയി. നേരത്തെ കണ്ട ഒരു പയ്യനുണ്ടല്ലോ, ഒരു യെല്ലോ ടീഷർട്ട് ഇട്ട പയ്യൻ, ആ പയ്യൻ്റെ ഒരു കാളയൊക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ച് വരെയാണ്. അപ്പം പോണ വഴിയൊക്കെ ഭയങ്കര നല്ല കേട്ടോ. കുറേ ഓഫ് റോഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഓഫ് റോഡൊക്കെ എടുത്താണ് ആ വിഷ്വലൊക്കെ. ഇനി ആരുടെ ഫോണിലായിപ്പോയെന്ന് പറഞ്ഞില്ല. ഇതുപോലെ ചുമ്മാ കുറേ കിളികളെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും.
നീ നാഷണൽ ജോഗ്രഫിക് ചാനലിലാണോ വ്ളോഗ് ചെയ്യാൻ പോയത്? നാഷണൽ ജോഗ്രഫി ചാനൽ അല്ലെങ്കിലും കാണുന്ന സാധനത്തിന് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇത്ര നാളത് കണ്ടതല്ലേ. നാഷണൽ ജോഗ്രഫിക്കാൾ കൂടുതൽ ഞാൻ കണ്ടുവരുന്നത് ആനിമൽ പ്ലാനറ്റാണ്. എന്തായാലും കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു. ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ഭംഗിയായിട്ട് എടുക്കുക. എന്തോന്ന് അവിടുത്തെ പിള്ളേര് പട്ടുസാരി എടുത്തോണ്ട് പോണതും വളക്കടയും. ഓ, നീ ഇവിടുത്തെ വ്യൂവേഴ്സിന്റെ ചോദിച്ചു നോക്കുക, അവർക്ക് എന്താണ് കാണാൻ താല്പര്യം. അത് ചിലപ്പോ നിന്റെ ആൾക്കാരുണ്ട്, അവർ പറയും സൗഭാഗ്യയുടെ അമ്മൂമ്മ തന്ന വളക്കടയും. ഒയ്യോ ഒയ്യോ അല്ലേ, കൊള്ളാം അല്ലേ. അത് തന്നെ പറഞ്ഞ അങ്ങോട്ട് പോണ വഴിക്കുള്ള മലയാണ്. കണ്ട ഈ കാളയാണ് നേരത്തെ കണ്ട പയ്യന്റെ കാളയാണ്. ആ കാളയുടെ പേര് പെരിസ് എന്നാണ്. പെരിസ് ഇതല്ല ആദ്യം കണ്ടത്. പെരിസ് അതിന് പ്രായമുണ്ട് നല്ല. കൊള്ളാം. ഈ പല്ലിന്റെ കണക്ക് വെച്ചാണ് ഒരു കാളയുടെ ഇതൊക്കെ പറഞ്ഞത്. അതായത് 2 പല്ല് വന്നാൽ ഇത്ര പ്രായം, 4 പല്ല് വന്നാൽ ഇത്ര പ്രായം, അങ്ങനെ 2 പല്ലായി 4 പല്ലായി അങ്ങനെയാണ് അവർ പറയണത്. ഇതാണ് ഞാൻ താമസ സ്ഥലത്തിന്റെ ഓണറിന്റെ ഫാം. അപ്പൊ എല്ലാ മിക്കവർക്കും ഉണ്ട്. ആ പുള്ളിക്കാരന്റെ പണിക്കാരന് വേണ്ടി പുള്ളിക്കാരൻ കൊടുത്തിരിക്കണം ആ ഫാം ഫ്രീ ആയിട്ട്, പുള്ളി കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതാ പെരിസ് നിന്ന സ്ഥലത്തിന്റെ താഴെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് അവര് നെല്ലിക്കൊക്കെ മരത്തിൽ നിന്നൊക്കെ പറിച്ചു. അപ്പോൾ അത് നിന്നുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. അവർ കുറേ നെല്ലിക്ക പറിക്കുന്നുണ്ട്. ആ മരത്തോടെ കൊമ്പോടെ തന്നു വിട്ട് എനിക്ക്. അതാണ് ഞാൻ വാരി വണ്ടിയിലിട്ടുകൊണ്ട് വന്നത്. സൂപ്പർ അല്ലേ. പിന്നെ ഇത് മാത്രമല്ല, കുറേ പറിച്ചു. അതിൽ നെല്ലിക്ക അടർത്തിയെടുത്ത ഫുൾ കവറിൽ ആ അസർ കൊണ്ടുപോയി വീട്ടിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്നു. തന്നില്ല. ഇതത് കഴിഞ്ഞ് അവിടുത്തെ ഒരു ഹോട്ടൽ, ഹെറിറ്റേജ് ഹോട്ടലിൽ പോയതാണ്. ഭയങ്കര ലക്ഷറി, നല്ല ഹോട്ടൽ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അവിടെ റൂമൊക്കെ എടുത്താൽ കൊള്ളാൻ തോന്നി. അത് രാത്രിയായില്ലേ, നമ്മൾ തിരിച്ച് പഴയ സ്ഥലം മധുര എത്തിയിട്ട് തിരിച്ചു വന്ന് ഫുൾ പൊങ്കൽ തീം അവിടെ. നല്ല രസമുണ്ട്. ഞാൻ ആഘോഷില്ല, അറിയാമോ, നീ ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം. നമുക്ക് ഇനി അങ്ങോട്ട് ആഘോഷത്തോടെ പൊങ്കലാണ്. ഇത് സാറോ, ഇതാണ് അസറിന്റെ ബ്രദർ ബിജു അണ്ണൻ. പുള്ളി നല്ല ഹെൽപ്പ് ചെയ്ത് അവിടെ പുള്ളിയുടെ കെയർ ഓഫിലാണ് ബാക്കി എല്ലാ ഫ്രണ്ട്സും വരുന്നത്. എനിക്കൊരു സരോ അസറിന്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഇത് ഹോട്ടലിൽ നല്ല രസമായിട്ട് ഇരുന്നോണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് എടുത്ത്. ഇതാണ് പൂൾ. നല്ല സൂപ്പർ. ഇവിടെ താമസിച്ചൂടായിരുന്നു? അവിടെ താമസിക്കാൻ ഞാൻ എൻ്റെ ഭാര്യയായിട്ടല്ലല്ലോ പോയത്. ഇത് പിറ്റേ ദിവസം ഉടുത്തൊരുങ്ങി പോവാണ്. എവിടെ? ജല്ലിക്കെട്ട് കാണാൻ. അപ്പൊ ഇത്രയും കണ്ടത് ഇതല്ലേ മെയിൻ ജല്ലിക്കെട്ട്. സൈഡ് ജല്ലിക്കെട്ട്. പിന്നെ 3 ദിവസം കണ്ടിന്യൂസ് ജല്ലിക്കെട്ടായിരുന്നു. ഒരെണ്ണത്തിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല, എടുത്തൊന്നുമില്ല. ഇത് കാള വന്ന വണ്ടികളാണ്. ഇത് കുറെ അവിടെ നമുക്ക് വണ്ടി ഇടാൻ ഒരുപാട് ദൂരം മുമ്പേ നമ്മൾ വണ്ടി ഇടേണ്ടി വന്നു. ഞാൻ വരാതെ നന്നായിട്ടാ. നല്ല വെയിലത്ത് നടക്കണമായിരുന്നു. എനിക്കെങ്ങും പറ്റൂല. എനിക്കിപ്പോഴും അത്ഭുതം, നീ ഇത്രയും നടക്കുകയും വെയിലൊക്കെ കൊണ്ടല്ലോ എന്നുള്ള. ഈ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു കാള ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്കങ്ങ് തോന്നിപ്പോ കേട്ടാ. നീ എൻ്റെ കൂടെ വരുമ്പോൾ എന്തെല്ലാം ഷോ ആണ്. വെയിൽ കൊള്ളൂല, നടക്കൂല. അതെനിക്ക് അനാവശ്യമായിട്ട്, ഞാനും മറ്റേ ടൈഗറൊക്കെ ഒരു അനാവശ്യമായിട്ട് നമ്മൾ എനർജി വേസ്റ്റ് ചെയ്യാറില്ല. ഇപ്പൊ നിനക്ക് നല്ല വേസ്റ്റ് ചെയ്യാറ്. ഇതിപ്പോ എനിക്ക് ഒരു കാര്യം അറിയണ്ട. ചിരിച്ചോണ്ട് ഞാൻ അലങ്കനല്ലൂർ എത്തി നിൽക്കണണ്ട. അപ്പൊ അതിനകത്ത് കയറി പോകാൻ പറ്റ പാടൊക്കെ ഇങ്ങനെയാണ് പോയത്. കണ്ട ആംബുലൻസിനകത്ത് മെഡിക്കൽ ടീമിന്റെ കൂടെ ഒക്കെയാണ് കിട്ടി. ഈ പാസ്സൊക്കെ കിട്ടിയപ്പോ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം. ഈ പാസ്സല്ലേ കൊച്ചേവി വലിച്ചെടുക്കണം. ഈ പാസ്സാണ് നിന്റെ മോള് എന്റെ 3 റിബൺ വലിച്ചെടുക്കണം. ഞാൻ തിരിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഗാലറി ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സമാധാനം. ഇവിടെയാണ് നമ്മളെ ഉദയനിധി സ്റ്റാലിനൊക്കെ വന്നിരുന്ന സ്ഥലമാണ്. അപ്പോ അതെന്താ കങ്കയം സവാള കളറൊക്കെ ഞാൻ പഠിച്ച് പേര് പഠിച്ച് എന്തെല്ലാന്നറിയാമോ ഇതിന്റെ ഇടയില്. നാട്ടുമാടെന്ന് മറ്റു കാള ഇടിച്ചിടൂ വേണമെങ്കിൽ ഇടിക്കാം. ഇതാണ് വാടിവാസൽ. അത് കാളെ അങ്ങോട്ട് ഡയറക്ഷൻ മറ്റേ അറ്റൻഷൻ മാറ്റുന്നത്. പോലീസ് അടിക്കാൻ പോണ അവിടെ നിന്ന് എന്തൊക്കെയാ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ഒരു കാള 5-6 പേര് പിടിക്കാനാ, പിന്നെ വേറെ എവിടെയും കയറാൻ സമ്മതിക്കില്ല. ചേട്ടാ, ഒരാളും ജീവൻ പറഞ്ഞ പോരാട്ടത്തിൽ നിൽക്കും. എന്തെല്ലാം അവൻ ചാമ്പ്യൻ. അവന് പ്രൈസ് ഉണ്ട്. ഇത്ര നേരം അപ്പൊ അവന്റെ ചെസ് നമ്പർ പറയും. എന്തെങ്കിലും ഒരാൾ ഇങ്ങനെ പിടിക്കണം, അതിന്റെ ഹമ്പിൽ പിടിച്ച് നിൽക്കുന്ന ഇങ്ങനെ. അവന് മിക്കവാറും ബൈക്കായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ കാളയുടെ ഓണേഴ്സ് എന്താണോ ഓഫർ ചെയ്യുന്നത് അതൊക്കെയാണ് കിട്ടുന്നത്. എന്തോന്നു ജല്ലിക്കെട്ടിന് പട്ടിയിൽ ചവിട്ടിട്ടിട്ട് 4 ദിവസം ഞാൻ കാലിനൊക്കെ വയ്യാതിരുന്നത്. കാളയുടെ ചവിട്ടുപോലും കിട്ടി അങ്ങനെ ഇരിക്കുന്നു. ഓർമ്മകൾ മാത്രമായി. അവൻ കൂടുതൽ പോയി, അവനാണ് ബൈക്ക്. അവര് പറയും ഈ കാളെ പിടിച്ചെടുത്തിയ ബൈക്ക്, ഈ കാളെ പിടിച്ചെടുത്തിയ ഗോൾഡ് കോയിൻ, അങ്ങനെ പറയും. അങ്ങനെ
ആ സെറ്റ് അല്ലേ? അപ്പൊ അതിനെല്ലാരും പിടിക്കും. അത് പക്ഷെ മറ്റേ ചിലപ്പോ ബോൾട്ട് കാളായിരിക്കും. പിടിച്ച് കണ്ട തൂക്കി കിടക്കണുണ്ടോ ഈ ഗാലറി. ഈ അമ്മൂമ്മ എല്ലാ ഫിലിം സ്റ്റാർസിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്ന ആളാണ്. എന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഞാൻ ഫിലിം സ്റ്റാറാണെന്ന് വിചാരിച്ചാണോ തെറ്റിദ്ധരിച്ചാണോ എന്നാണ്. ചക്കപ്പഴം കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ചക്കപ്പഴമോ? അവിടെ ചക്കപ്പഴം ഒന്നുമില്ല. ഇതെന്തോന്ന്? ഇതൊരു അമ്പലത്തിൽ ആ വിന്നർ കാളെ കൊണ്ടുപോയി അവര് ആൾക്കാര്. കാള എങ്ങനെ വിന്നറാവും? ആരും തൊടാത്ത കാള, ആരും പിടിക്കാത്ത കാള വിന്നർ. കാളയ്ക്കും കിട്ടും ഇതുപോലെ പ്രൈസ്. അത് സെറ്റ്. ഇത് വിന്നർ കാളയാണല്ലേ? ഇത് നമ്മളെ സ്ഥലത്തുള്ള പോലീസുകാരായിരുന്നു കേട്ടോ. വീഡിയോ പെട്ടെന്ന് പോയല്ലോ. ഇത് നമ്മളവിടെ കഴിക്കും 12 മണി ബിരിയാണി. ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. 12 മണി വരെ കട ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞാണ് 12 മണി ബിരിയാണി 12 മണി ബിരിയാണിയായി. ഈ ബിരിയാണി കടയുടെ ഓണർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സരോയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി സമാധാനപരമായിരുന്നു ഞാൻ കഴിച്ചു. ഇതൊക്കെ കണ്ട് എനിക്ക് വിശക്കണം കേട്ടോ. ആ പോലീസുകാരെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ. ഇതെന്തോ ഒരു സ്വീറ്റ് ആണ്. ചക്കവരട്ടി ആയിരിക്കും. ചക്കവരട്ടി ഒന്നുമല്ല, ഇത് വേറെ എന്തോ ഒരു റവാക്കളി. അങ്ങനെ എന്തോ. പോലീസുകാര് മലയാളത്തിലൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ കുറേ നാൾ മലയാളം കേൾക്കരുത് കേട്ട പോലെ എനിക്ക് തോന്നി. അവര് ബോർഡറിലുള്ളതാണ്, നമ്മുടെ കന്യാകുമാരി ബോർഡർ, നമ്മുടെ കേരള ബോർഡർ. അപ്പം അവർ ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിച്ച് കുറേ നേരം അവരുമായിട്ട് നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഈ മധുരയോട് താമസം പറഞ്ഞ നിനക്ക് ഫുഡും ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. അത് കഴിഞ്ഞ് സരോടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി പോയി. ആ പുള്ളി മറ്റേ പാല് കച്ചവടമൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെയാണ് നമ്മളെ സ്വീകരിച്ചേക്കുക. ഇതാണ് ആ ആള്, അരുൺ പാണ്ഡ്യൻ എന്നാണ് പേര്. നല്ല ഫ്രണ്ടായി. പുള്ളി പാർട്ടിയിലൊക്കെ ഉള്ളതാണ്. പുള്ളിയുടെ ആൾക്കാരൊക്കെ വന്ന് നമ്മളിങ്ങനെ സ്വീകരിച്ച്. ഇപ്പം എൻ്റെ ട്രിപ്പിൽ നിന്ന് ഞാനൊരു സാധനം കൊണ്ടുവന്നു. ഒരു ഗിമിട്ട് സാധനം. ഗിമിട്ട് സാധനമാണെന്ന് എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റിങ്ങും. എനിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഒരു ജല്ലിക്കെട്ടിൻ്റെ ആ ഒരു മൂടൊക്കെ മനസ്സിലാക്കി നമുക്ക്. ഞാൻ പറഞ്ഞിട്ടില്ല ഇവരോട്. ഓക്കെ, അങ്ങനെ ഫയർ ഇവിടെ കഴിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന അർജുനെ കണ്ടോ നീ? കണ്ട് വ്ളോഗ് കാണണം. അടുത്ത വ്ളോഗ് കാണണം. ഗിമിട്ട് സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. Love you guys so much. Bye.